welcome back to our channel CTech computer science students. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ DFA പ്രോബ്ലം ചെയ്ത് നിർത്തിയാണ്. നമുക്ക് നെക്സ്റ്റ് ഇനി പഠിക്കാനുള്ളത് മൊഡ്യൂൾ 1ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് NFA, അതായത് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ. അപ്പോൾ എന്താണ് നോൺ ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ്? നമുക്ക് DFA പഠിച്ചില്ല, ഡിറ്റർമിനിസ്റ്റിക് ഫൈനൈറ്റ് ഓട്ടോമേറ്റ പഠിച്ചു. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോൾ തന്നിരിക്കുന്ന എല്ലാ ഇൻപുട്സും പോയിരിക്കണമെന്നുണ്ടല്ലേ, ഒരു കണ്ടീഷനുണ്ട്. അതുമാത്രമല്ല, ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇൻപുട്ട് മാത്രമേ, അതായത് ഒന്നോ ഒന്നിലധികമോ ട്രാൻസിഷൻ ഫ്രം ഒരു സ്റ്റേറ്റിൽ നിന്ന് ഫ്രം സിംഗിൾ ഇൻപുട്ട് സിഗ്നൽ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിലോ NFAയുടെ പ്രത്യേകത, ഇറ്റ് അലോസ് വൺ ഓർ മോർ ട്രാൻസിഷൻ ഫ്രം എ സ്റ്റേറ്റ് ഫോർ ദ സെയിം ഇൻപുട്ട് സിമ്പിൾ. സെയിം ഇൻപുട്ട് സിമ്പിളിൽ നിന്ന് നമുക്ക് ഒന്നോ ഒന്നിലധികമോ ട്രാൻസിഷൻ ഒരു സ്റ്റേറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റും. NFAയുടെ മെയിൻലി 5 ടൂപ്പിൾസ് ആണ് വരുന്നത്. നേരത്തെ DFAയിലുള്ള പോലെയാണ് Q, സിഗ്മ, ഡെൽ, Q0, F. അല്ലെ, Q എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ്, ആൻഡ് സിഗ്മ ദ സെറ്റ് ഓഫ് ഇൻപുട്ട് ആൽഫബറ്റ്സ്, ഡെൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസിഷൻ ഫംഗ്ഷനാണ്, Q0 ഇനിഷ്യൽ സ്റ്റേറ്റ്, F വന്നിട്ട് ഫൈനൽ സ്റ്റേറ്റ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള NFA കുറിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം NFAയുടെ. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: കൺസ്ട്രക്ട് NFA വിച്ച് അക്സെപ്റ്റ്സ് ദ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓവർ സിഗ്മ ഈക്വൽ ടു A, B. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇൻപുട്ട് സ്ട്രിങ്സ് ഏതാണ്? A, B. ഇൻപുട്ട് ആൽഫബറ്റ്സ് ഏതൊക്കെയാണ്? എയും ബിയും ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് വിച്ച് കണ്ടെയ്ൻസ് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്ന NFA എന്ത് ചെയ്യണം? കൺസ്ട്രക്റ്റ് ചെയ്യണം. സോ നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? വിച്ച് കണ്ടെയ്ൻസ് എ കണ്ടെയ്ൻ ചെയ്യണം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ NFAയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണോ ആ കണ്ടീഷൻ ഉള്ളത് മാത്രം നമ്മൾ ആ ഒരു ഇൻപുട്ട് സിമ്പിൾ കൊടുത്താൽ മതി. അതാണ് ഒരു പ്രത്യേകത. നമുക്കപ്പോൾ ആദ്യം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ ആ ലാംഗ്വേജ്, ഈ ഒരു സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്ന എ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ട്രിങ് അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എഴുതുക. സോ ലാംഗ്വേജ് എങ്ങനെ വരാം? നമുക്ക് എ കണ്ടെയ്ൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താവും? എ വരാം. എവിടെ വേണോ എ കണ്ടെയ്ൻ ചെയ്താൽ മതി, എവിടെയെങ്കിലും എ വന്നാൽ മതി. ഇപ്പോൾ A B വരാം, അതേപോലെ BA B വരാം. എന്ത് വേണോ, ഇങ്ങനെ എന്ത് വേണോ ഒരു ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാക്കുക. ഓക്കെ, നമുക്കിനി ഇതിൻ്റെ ഒരു NFA എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കാം. സോ നമുക്ക് എ കണ്ടെയ്ൻ ചെയ്യണം. ഫസ്റ്റ് തന്നിരിക്കുന്ന കണ്ടീഷൻ ആദ്യം നമ്മൾ വരയ്ക്കുക. NFA വരയ്ക്കുമ്പോൾ പ്രത്യേകതയല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടീഷൻ എന്താണോ അത് ആദ്യം വരയ്ക്കുക, എന്നിട്ട് ബാക്കിയുള്ള ഇൻപുട്ട് സിഗ്നൽസ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാൻ പോകണം? Q0 ഇനിഷ്യൽ സ്റ്റേറ്റ്, Q1 ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് കൊടുത്തു. നമ്മൾ വന്ന് എ കണ്ടെയ്ൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എ എഴുതാം. എവിടെ വേണോ കണ്ടെയ്ൻ ചെയ്യാം. അതുകൊണ്ട് എ എന്തായാലും കണ്ടെയ്ൻ ചെയ്യണമെന്നാണ് ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് സിമ്പിൾ എന്ത് കൊടുത്താൽ? എ കൊടുത്താൽ. നമുക്ക് ഇനിയുള്ള സിമ്പിൾസ് എല്ലാം കൊടുക്കും. നമ്മൾ പറഞ്ഞു NFAയുടെ പ്രത്യേകത എന്താ? ഒന്നോ ഒന്നിലധികമോ ട്രാൻസിഷൻ കാണിക്കാം, ഇല്ലേ? ക്യാൻ മോർ ട്രാൻസിഷൻ പറ്റും. അപ്പോൾ നമുക്ക് Q0 നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് എയോ വരാം, ബിയോ വരാം. ഒന്നോ ഒന്നിലധികം ട്രാൻസിഷൻ കൊടുക്കാം. അതേപോലെ ഫൈനലായല്ലോ, ഒന്നോ ഒന്നിലധികമോ കൊടുക്കാം. ഓക്കെ, എന്തായാലും NFAയിൽ ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേണം. ഓക്കെ, സ്റ്റാർട്ടിങ് എൻഡിങ് ആയിട്ട് ഒരു ഇൻപുട്ട് സിമ്പിൾ കൊടുത്തിരിക്കണം. സോ ഇതാണ് കണ്ടെയ്ൻസ് എ. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്: എൻസ് വിത്ത് എ ബി വെച്ച് എൻഡ് ചെയ്യണമെന്നാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എങ്ങനെയായിരിക്കും ലാംഗ്വേജ്? എ ബി വെച്ച് എൻഡ് ചെയ്യണം. നമുക്ക് പറയാം A B വരാം, A B വരാം, ഇല്ലേ? A B വെച്ച് എൻഡ് ചെയ്യണം അല്ലേ? പിന്നെ ഏത് വരാം? A B വരാം. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ലാംഗ്വേജ്. ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു NFA കൺസ്ട്രക്റ്റ് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം? നമുക്ക് ആദ്യം Q0 ഇനിഷ്യൽ സ്റ്റേറ്റ്, Q1 രണ്ടുണ്ട്, A B ഉണ്ട്, പിന്നെന്ത് വരാം? Q2 ആയിരിക്കും നമ്മുടെ ഫൈനൽ. ഓക്കെ, ഇവിടെ A B എന്തായാലും എന്താണ്? എൻഡിൽ വരണം. അങ്ങനെ എൻഡിൽ വരുന്നതാണെങ്കിൽ നമ്മുടെ ഈ ഫൈനൽ സ്റ്റേറ്റിൽ എന്തെങ്കിലും കൊടുക്കാൻ പറ്റില്ല. കാരണം ഫൈനൽ സ്റ്റേറ്റിൽ എന്തെങ്കിലും വന്നാൽ അത് എൻഡിൽ A B വരത്തില്ല. സോ A B വരുന്ന രീതിയിൽ കൊടുക്കുക. ഫൈനൽ സ്റ്റേറ്റിൽ ഒന്നും കൊടുക്കണം. ഇനി ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്ത് കൊടുക്കുക? 2 ട്രാൻസിഷൻ കൊടുക്കും, എയും ബിയോ, എയോ ബിയോ വരാം. അപ്പം നോക്കിയത് അക്സെപ്റ്റ് ചെയ്ത് നോക്കുക. A B A B കണ്ടോ? അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? മനസ്സിലായോ? ഇങ്ങനെയാണ് ഒരു NFA കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഡിസൈൻ എ NFA ദാറ്റ് അക്സെപ്റ്റ് അറ്റ്ലീസ്റ്റ് 2 കോൺസിക്യൂട്ടീവ് സീറോസ് ആൻഡ് വൺസ്. എന്ത് അക്സെപ്റ്റ് ചെയ്യണം? അറ്റ്ലീസ്റ്റ് 2 കോൺസിക്യൂട്ടീവ് സീറോസോ വൺസോ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യുന്ന NFA വേണം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. സോ നമുക്ക് അതിൻ്റെ ആദ്യം എന്ത് ലാംഗ്വേജ് ഒന്ന് വരച്ച് നോക്കാം ഇല്ലേ? എങ്ങനെയൊക്കെ വരും? രണ്ട് കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ രണ്ടും അടുത്തിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. സോ രണ്ടെണ്ണം വരണം. അപ്പോൾ 0 0 വരാം, 1 1 വരാം, ആൻഡ് ആണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും രണ്ടെണ്ണം വരണം, ഓറല്ല. സോ 0 0 1 1 0 0 1 1 വരാം, 1 0 0 1 1 വരാം. ഇങ്ങനെ എന്ത് വേണോ വരാം ലാംഗ്വേജ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എൻ്റെ ഒരു NF എന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ആദ്യം വരയ്ക്കുക. Q0 കൊടുത്തു, Q1 കൊടുത്തു, ഫൈനൽ സ്റ്റേറ്റ് Q2 ആക്കി. അപ്പോൾ ആദ്യം നമുക്ക് 0 0 കണ്ടീഷൻ. നമ്മൾ ഫസ്റ്റ് എന്താ 0 2 കോൺസിക്യൂട്ടീവ് വരണം. അപ്പോൾ നമുക്ക് 0 0 കൊടുക്കാം. രണ്ടെണ്ണം വന്നു, അക്സെപ്റ്റ് ആവുന്നുണ്ട്. അടുത്ത 1 1 അക്സെപ്റ്റ്, കോൺസിക്യൂട്ടീവ് 2 1s അത് അക്സെപ്റ്റ് ചെയ്യുന്ന വരച്ച് നോക്കാം. അപ്പോൾ സെപ്പറേറ്റ് വേണം വരയ്ക്കാൻ. ഓക്കെ, ഇതിൽ തന്നെ 0 1 എന്ന് കൊടുക്കില്ല, കാരണം ആൻഡ് ആണ്, രണ്ട് സെപ്പറേറ്റ് വരയ്ക്കണം. Q3 കൊടുക്കാം, അതേപോലെ Q4 ഫൈനലാക്കിയിട്ട് സെപ്പറേറ്റ് ഒരു സ്റ്റേറ്റ് വരയ്ക്കാം. അപ്പോൾ 1 1 കൊടുക്കാം. ഓക്കെ, അപ്പോൾ 1ഉം 0 0 2 കോൺസിക്യൂട്ടീവ് സീറോസും വൺസും എന്തായാലും അക്സെപ്റ്റ് ആയി. ഇനി ബാക്കിയുള്ള ഇൻപുട്സ് കൊടുക്കാം. ഫ്രണ്ടിൽ എന്ത് സീറോസോ 1ഉം വരാം. സോ 0 1. അതേപോലെ എൻഡിങ്ങിൽ നമുക്ക് എന്ത് കൊടുക്കാം? 0 1 വരാം. ഇതേപോലെ ഇവിടുത്തെ എൻഡിങ്ങിലും 0 1 വരാം. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളെ NFA. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് വരയ്ക്കണം? ഒരു ട്രാൻസിഷൻ ടേബിൾ ഡെല്ല് വരയ്ക്കാൻ ചോദിക്കും. എന്ത് വരയ്ക്കാൻ ചോദിക്കും? ഡെൽ. അപ്പോൾ നമ്മൾ ഡെൽ ഓഫ് Q0 0 എന്താണ്? ഡെൽ ഓഫ് Q0 നിന്ന് 0 പോട്ട് എങ്ങോട്ടാണ്? Q1 അതേപോലെ ഡെൽ ഓഫ് Q0 1 Q0 നിന്ന് 1 പോകുന്ന Q3. നെക്സ്റ്റ് ഡെൽ ഓഫ് Q1 0 Q1 നിന്ന് 0 പോകുന്ന Q2. ഡെൽ ഓഫ് Q1 1 Q1 1 പോകുന്നുണ്ടോ? ഇല്ല, അപ്പോൾ അവിടെ നള്ള് വരാം. Q1 1 വഴി പോകുന്നുണ്ടോ എങ്ങോട്ടെങ്കിലും? ഇല്ല. സോ അവിടെ നൾ വരും. അടുത്ത് ഡെൽ ഓഫ് Q2 0 Q2 0 പോകുന്ന Q2 തന്നെയാണ്. ഡെൽ ഓഫ് Q2 1 Q2 1 വഴി പോകുന്നത് Q2 തന്നെയാണ്. നെക്സ്റ്റ് ഡെൽ ഓഫ് Q3 0 Q3 0 പോകുന്നുണ്ടോ? ഇല്ല, നൾ വരും. ഡെൽ ഓഫ് Q3 1 Q3 1 പോകുന്നത് എങ്ങോട്ടാണ്? Q4 ആണ്. ഓക്കെ, അതേപോലെ തന്നെയാണ് അടുത്തും വരുന്നത്. ഡെൽ ഓഫ് Q4 0 Q4 പോകുന്ന Q4 തന്നെയാണ്. ഡെൽ ഓഫ് Q4 1 വരി Q4 തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇത്രയും. ഇനി നമുക്ക് ഇതിൻ്റെ ട്രാൻസിഷൻ ടേബിൾ ഇത് വെച്ച് വരച്ച് നോക്കാം. 0 1 Q0 Q1 Q2 Q3 Q4 ടോട്ടൽ 5 സ്റ്റേറ്റ്സ് ഉണ്ട്. Q0 ആണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്, സ്റ്റാർട്ടിംഗ് സിമ്പിൾ. അടുത്തിന് എൻഡ് എവിടെയാണ്? Q2 Q4 സ്റ്റാർ വെച്ചാണ് എൻഡ് ഇൻഡിക്കേറ്റഡ്. ഇനി Q0 നോക്കിയാൽ Q0 0 പോകുന്നത് Q1 ആണല്ലേ. അപ്പോൾ Q1 Q0 1 പോകുന്നത് Q3. അടുത്ത് Q1 0 Q1 എവിടെ? Q1 0 എവിടെയാണ്? Q2. Q1 1 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ എന്തോ നൾ വരും. അടുത്ത് Q2 0 Q2 0 Q2 0 എന്താണ്? Q2 ആണ്. Q2 1 അതും Q2 ആണ്. Q3 0 നൾ. Q3 1 Q4 വരും. Q4 0 Q4 ആണ്. Q4 1ഉം Q4. സോ ഇത് നമ്മൾ ട്രാൻസിഷൻ ടേബിളും NFയും കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺസ്ട്രക്ട് NFA വേർ L സ്റ്റാർട്ട്സ് വിത്ത് A, സിഗ്മ A, B. അപ്പോൾ നമ്മുടെ ഇൻപുട്ട് സിമ്പിൾസ് ഏതൊക്കെയാണ്? A, B ആണ് ഇൻപുട്ട് ആൽഫബറ്റ്സ്. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? ലാംഗ്വേജ് വിത്ത് സ്റ്റാർട്ട്സ് വിത്ത് A വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ലാംഗ്വേജ് ഒന്ന് വരച്ച് നോക്കിക്കേ. L ഇങ്ങനെ വരാം, സ്റ്റാർട്ട് ചെയ്യണ A ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം A തന്നെ വരാം, AB വരാം, A വരാം. ഇങ്ങനെയായിരിക്കും നമ്മുടെ ലാംഗ്വേജ് ഉണ്ടാകും. ഇനി ഈ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന NFA വരയ്ക്കണ്ടേ? നമുക്ക് ആദ്യം സ്റ്റാർട്ടിങ് വിത്ത് A ആണ്, ആ ഒരു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന NFA വരച്ച് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് Q0 സ്റ്റാർട്ട് ചെയ്യുന്ന എന്തിലായിരിക്കണം? A യിലായിരിക്കണം. അപ്പോൾ A വരാം. Q1
ഇതിപ്പോൾ അക്സെപ്റ്റ് അല്ലേ, സ്റ്റാർട്ടിങ് വിത്ത് എ ആണല്ലേ, എ അക്സെപ്റ്റ് ആണ്. ഇനി നമുക്ക് എ ബി വേണം. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം, എന്ത് വേണോ കൊടുക്കാം. ഫൈനൽ സ്റ്റേറ്റിലായിരിക്കണം എയോ ബിയോ വരാം. പക്ഷേ സ്റ്റാർട്ടിങ് എ ആയതുകൊണ്ട് നമുക്കിവിടെ Q0ക്ക് നമുക്കൊരു ലൂപ്പും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, സ്റ്റാർട്ടിങ് എ ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എ ബി എ എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ. ഇതാണ് നമ്മുടെ NFA. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രാൻസിഷൻ ടേബിൾ ഒന്ന് വരച്ച് നോക്കിയേ. എ ബി Q0 Q1 രണ്ടെണ്ണേ ഉള്ളൂ, സ്റ്റാർട്ടിങ്ങും ഫൈനലും. ഓക്കെ, Q0 എയിലോട്ട് എങ്ങോട്ടാണ് പോകണം, Q1ലോട്ട്. Q0 ബി വരെ പോകുന്നുണ്ട്, അപ്പം നൾ വരും. Q1 എയിലോട്ട് പോകുന്നത് Q1ലോട്ട്, ബിയിലോട്ട് വന്നു Q1ലോട്ട്. മനസ്സിലായല്ലോ NFA കൺസ്ട്രക്ട് ചെയ്യാൻ.